കോർപ്പറേഷൻ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ പാർക്കിംഗ് പ്ലാസ പദ്ധതി 13 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ പാർക്കിംഗ് എന്ന ഉദ്ദേശത്തിലായിരുന്നു 2010 പദ്ധതി അംഗീകരിച്ചത്. 23 സെന്റ് സ്ഥലമാണ് കോർപ്പറേഷൻ പദ്ധതിക്കായി വിട്ടു നൽകിയത്. 7 കോടി രൂപയായിരുന്നു തുടക്കത്തിൽ നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തുടക്കം മുതലേ പദ്ധതിയിൽ കല്ലുകടി രൂക്ഷമായിരുന്നു. പദ്ധതി പ്രദേശത്തെ 2 സെന്റ് സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോർപ്പറേഷന്റെയും കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും ഇടപെടലിൽ 2016 അവസാനിപ്പിച്ച് നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും 2017 വിജിലൻസ് കേസിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തടസ്സപ്പെട്ടു. 2022 കേസ് കോടതി തള്ളിയെങ്കിലും നിർമ്മാണ ചെലവ് തുടക്കത്തിൽ കണക്കാക്കിയതിനേക്കാൾ ഏറെ ഉയർന്നു. സ്ഥലം കൊടുക്കുന്നു, ആ സ്ഥലത്തിലെ BOT അടിസ്ഥാനത്തിൽ ഒരു കരാർ കമ്പനി അത് ഏറ്റെടുക്കുന്നു, കോഴിക്കോടുള്ള കമ്പനി തന്നെ അത് ഏറ്റെടുക്കുന്നു. അന്ന് നമ്മൾ അതിന് ചിലവാക്കാൻ കണക്കാക്കിയിട്ട് രൂപ 7 കോടി രൂപയാണ്. ഇന്നിപ്പോൾ ആ കരാർ കമ്പനി പറയുന്നത് 5 കോടി രൂപ അധികം കിട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുക്കുന്നു, ആ പദ്ധതി 14 വർഷം നീണ്ടുപോകുന്നു, അതിന് നമ്മൾ നിശ്ചയിച്ച തുക തികയാതെ വരുന്നു. ഇത് ഒരു 5-6 കോടി രൂപ വീണ്ടും കൊടുക്കുന്ന അവസ്ഥയിൽ, അതായത് പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതിലുപരി കൃത്യസമയത്ത് അത് തീർത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ കോഴിക്കോട് കോർപ്പറേഷൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ പദ്ധതിയിൽ മാത്രമേ, എല്ലാ പദ്ധതിയും നിങ്ങൾ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പദ്ധതി പൂർത്തിയാക്കാൻ 5 കോടി രൂപ കൂടി വേണമെന്നാണ് കരാറെടുത്ത കമ്പനി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതോടെയാണ് പദ്ധതി വീണ്ടും പ്രതിസന്ധിയിലായത്. സ്വകാര്യ പാർക്കിംഗ് സംവിധാനങ്ങൾ ഉയർന്ന നിരക്കാണ് പാർക്കിങ്ങിന് ഈടാക്കുന്നതെന്നാണ് യാത്രക്കാരുടെ പരാതി. കോർപ്പറേഷൻ എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തിയാക്കിയില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.